ഇന്ന് നമ്മുടെ ടോപ്പിക് 8 റെഗുലർ വേർബ്സ് ആണ്. ഈ വേർബ്സും അതിൻ്റെ മീനിങ്സും ഒക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാൻ പറ്റുന്നതാണ്. ഈ വേർബ്സിനോട് കൂടി ഓഫ് എന്ന് ചേർക്കുമ്പോൾ അതൊരു ഫ്രേസൽ വേർബായിട്ട് മാറും. അപ്പോൾ ഫ്രേസൽ വേർബായിട്ട് മാറുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്ങിൽ വ്യത്യാസം വരുന്നത് എന്നാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. വളരെയധികം കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന വേർബ്സും ഫ്രേസൽ വേർബ്സും ഒക്കെ തന്നെയാണ്, അതുകൊണ്ട് ശ്രദ്ധിക്കുക. ടു ഹോൾഡ്. ഹോൾഡ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം പിടിക്കുക. ഐ ആം ഹോൾഡിങ് എ പെൻ ഇൻ മൈ ഹാൻഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പെൻ എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുകയാണ് എന്നല്ലേ. അപ്പോൾ ഹോൾഡ് എന്നതിൻ്റെ മീനിങ് എല്ലാവർക്കും അറിയാം. ടു ഹോൾഡ് സംതിങ് എന്ന് പറഞ്ഞാൽ ടു കീപ് സംതിങ് ഇൻ യുവർ പൊസിഷൻ ഓർ കൺട്രോൾ. ടു ഹോൾഡ് എന്ന ഒരു റെഗുലർ വേർബിനോട് കൂടി ഓഫ് എന്ന് ചേർത്ത് കഴിഞ്ഞാൽ മീനിങ് എന്താണ് വ്യത്യാസം വരുന്നത്? ടു ഹോൾഡ് ഓഫ് എന്നായിട്ട് മാറും അത്. അപ്പോൾ അതൊരു ഫ്രേസൽ വേർബ് ആയി. അതിൻ്റെ മീനിങ് ടു പോസ്റ്റ്പോൺ അല്ലെങ്കിൽ ടു ഡിലേ എന്നാണ്. ഒരു കാര്യം നീട്ടിവെക്കുക അല്ലെങ്കിൽ വൈകിപ്പിക്കുക എന്ന മീനിങ് ആയി മാറി. ക്യാൻ യു ഹോൾഡ് ഓഫ് ഓൺ ദ പ്രോജക്റ്റ് അൺടിൽ നെക്സ്റ്റ് വീക്ക് എന്ന് പറഞ്ഞാൽ നെക്സ്റ്റ് വീക്കിലേക്ക് ഒന്ന് ആ പ്രോജക്റ്റ് ഒന്ന് മാറ്റി വയ്ക്കാൻ പറ്റുമോ, ഒന്ന് ആ ഡേറ്റ് ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റുമോ എന്നാണ്. പോസ്റ്റ്പോൺ അല്ലെങ്കിൽ ഡിലേ എന്ന മീനിങ് ആണ്. അപ്പോൾ ടു ഹോൾഡ് എന്ന് ഉപയോഗിക്കുമ്പോൾ എന്താണ് അതിൻ്റെ മീനിങ്? ടു ഹോൾഡ് ഓഫ് എന്ന് പറഞ്ഞാൽ ആകെ മീനിങ് മാറി. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുമ്പോഴും അത് ശ്രദ്ധിക്കേണ്ടതാണ്. അടുത്ത വേർബ് ടു ലേ. ലേ എന്ന് പറഞ്ഞാൽ വയ്ക്കുക, താഴത്ത് വയ്ക്കുക എന്നൊക്കെയാണ് മീനിങ്. ടു പുട്ട് സംതിങ് ഡൗൺ. ദ ഗ്രോസറീസ് ആർ വെരി ഹെവി, ഐ നീഡ് ടു ലേ ദം ഓൺ ദ ടേബിൾ. ഗ്രോസറീസ് ഒക്കെ വല്ലാതെ ഭാരം, ഐ നീഡ് ടു ലേ ദം ഓൺ ദ ടേബിൾ. ഇനി നമുക്ക് ഓഫ് എന്ന ഒരു വേർഡ് അതിൻ്റെ കൂടെ ചേർത്ത് നോക്കിയാലോ? ടു ലേ ഓഫ് എന്നായി. മീനിങ് ഒക്കെ മാറി. ടു ഡിസ്കണ്ടിന്യൂ എന്നാണ് മീനിങ്. ടു ഡിസ്കണ്ടിന്യൂ അതല്ലെങ്കിൽ ടു സ്റ്റോപ്പ് എന്നാണ് അതിൻ്റെ മീനിങ്. പ്രവർത്തനം നിർത്തിവെക്കുക. ടു ലേ ഓഫ്. വി നീഡ് ടു ലേ ഓഫ് ദ പ്രോജക്റ്റ് അൺടിൽ വി ഗെറ്റ് മോർ ഫണ്ടിങ്. നമുക്ക് ആ ഒരു പ്രോജക്റ്റ് നിർത്തിവെക്കേണ്ടതുണ്ട്, അതൊന്ന് സ്റ്റോപ്പ് ചെയ്യണം. അൺടിൽ വി ഗെറ്റ് മോർ ഫണ്ടിങ്. കൂടുതൽ പൈസ കിട്ടുന്നത് വരെ, ഫണ്ടിങ് കൂടുതൽ കിട്ടുന്നത് വരെ നമുക്കത് നിർത്തിവെക്കേണ്ടതുണ്ട് എന്നാണ്. നിർത്തിവെക്കേണ്ട ആവശ്യം ഉണ്ട്. വി നീഡ് ടു ലേ ഓഫ് ദ പ്രോജക്റ്റ് അൺടിൽ വി ഗെറ്റ് മോർ ഫണ്ടിങ്. ഇനി പിരിച്ചുവിടുക. ടു ഡിസ്മിസ് അല്ലെങ്കിൽ ടു ടെർമിനേറ്റ് എന്ന ഒരു മീനിങ്ങും ഉണ്ട്. ലേ ഓഫ് നമ്മൾ കേട്ടിട്ടില്ലേ ഫാക്ടറികളിലൊക്കെ ലേ ഓഫ് എന്ന്. ചിലപ്പോൾ അത് ഒരു ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് ഒക്കെ ആവുമ്പോൾ ആളുകളെ പിരിച്ചുവിടുന്ന ഒരു പ്രവണതയുണ്ട് അല്ലേ. ആളുകളെയൊക്കെ പിരിച്ചുവിടേണ്ട ആവശ്യം വരും. ദ കമ്പനി ഹാഡ് ടു ലേ ഓഫ് 100 എംപ്ലോയീസ് ഡ്യൂ ടു ഫൈനാൻഷ്യൽ പ്രോബ്ലംസ്, ഡ്യൂ ടു ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്. ഒരുപാട് സാമ്പത്തികപരമായ ബുദ്ധിമുട്ടുകൾ വന്നതുകൊണ്ട് കമ്പനിക്ക് ദേ ഹാഡ് ടു ലേ ഓഫ് 100 എംപ്ലോയീസ്. കമ്പനിക്ക് 100 എംപ്ലോയീസിനെ പിരിച്ചുവിടേണ്ടി വന്നു. അപ്പോൾ ലേ എന്ന് പറയുമ്പോൾ വയ്ക്കുക എന്നാണ് മീനിങ്. അതൊരു ഫിസിക്കൽ ആക്ഷനാണ്. അതേസമയത്ത് ലേ ഓഫ് എന്ന് പറയുമ്പോൾ അതൊരു ഡിസിഷൻ ആയി അല്ലേ. ഒരു ഡിസിഷൻ റിലേറ്റഡ് ടു എംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ പ്രോജക്റ്റ് ഒക്കെയാണ് ലേ ഓഫ് എന്ന് പറയുമ്പോൾ. പക്ഷേ ലേ എന്ന് പറഞ്ഞാൽ വയ്ക്കുക, അതൊരു ഫിസിക്കൽ ആക്ഷനാണ്. ഇനി വളരെ കോമൺ ആയിട്ടുള്ള ഒരു വാക്കാണ് കോൾ. ടു കോൾ എന്ന് പറഞ്ഞാൽ നമുക്ക് വിളിക്കുക. ടു ഫോൺ എന്ന മീനിങ്ങിൽ അത് ഉപയോഗിക്കാം. ഐ വിൽ കോൾ യു ലേറ്റർ ടു ഡിസ്കസ് ദ ഡീറ്റെയിൽസ്. ഡീറ്റെയിൽസൊക്കെ, വിശദമായ കാര്യങ്ങളൊക്കെ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി ഐ വിൽ കോൾ യു ലേറ്റർ, ഞാൻ നിന്നെ പിന്നീട് വിളിക്കാം എന്നാണ്. ഐ വിൽ കോൾ യു ലേറ്റർ ടു ഡിസ്കസ് ദ ഡീറ്റെയിൽസ്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ടു കോൾ എന്നതിൻ്റെ കൂടെ ഒരു ഓഫ് ചേർത്താലോ? ടു കോൾ ഓഫ്. അപ്പോൾ അതൊരു ഫ്രേസൽ വെർബായി മീനിങ് ആകെ മാറി. ടു ക്യാൻസൽ എന്നാണ് അവിടെ മീനിങ്. ടു കോൾ ഓഫ് എന്ന് പറഞ്ഞാൽ ക്യാൻസൽ. ദ ഗെയിം വാസ് കോൾഡ് ഓഫ് ഡ്യൂ ടു ബാഡ് വെതർ. മോശം കാലാവസ്ഥ കാരണം ഗെയിം ക്യാൻസൽ ചെയ്യപ്പെട്ടു. ദ ഗെയിം വാസ് കോൾഡ് ഓഫ് ഡ്യൂ ടു ബാഡ് വെതർ. ദേ കോൾഡ് ഓഫ് ദ കോൺഫറൻസ്, ദേ കോൾഡ് ഓഫ് ദ മീറ്റിംഗ് ഒക്കെ പറയാം. സ്റ്റോപ്പ്. സ്റ്റോപ്പ് എന്നത് നിർത്തുക. എല്ലാവർക്കും അറിയാവുന്ന വാക്കാണ് സ്റ്റോപ്പ്, നിർത്തുക. ഡിസ്കണ്ടിന്യൂ അല്ലെങ്കിൽ ടു ക്വിറ്റ് സംതിങ്, ഒരു കാര്യം ചെയ്തത് വേണ്ടാന്ന് വയ്ക്കുക, അത് നിർത്തുക. ഒരു പെർമനൻറ്റ് സ്റ്റോപ്പ്. ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ്. ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ് വർക്കിംഗ് ഓൺ ദിസ് പ്രോജക്റ്റ്. ഈ പ്രോജക്റ്റിൽ വർക്ക് ചെയ്യുന്നത് ഞാൻ നിർത്താൻ പോവുകയാണ്. ഐ ആം ഗോയിങ് ടു സ്റ്റോപ്പ്. ഇനി സ്റ്റോപ്പ് ഓഫ് എന്നായാലോ?
ഫ്രേസൽ വെർബായി. അപ്പോൾ അതിൻ്റെ മീനിങ് ടു മേക്ക് എ ബ്രീഫ് വിസിറ്റ് എന്നാണ്. ടു മേക്ക് എ ബ്രീഫ് വിസിറ്റ്, ഒരു ചെറിയ ഒരു വിസിറ്റ്, അതായത് പെട്ടെന്ന് പെർമനൻ്റ് ആയിട്ടുള്ള ഒരു ഹോൾട്ടല്ല. സ്റ്റോപ്പ് ചെയ്യുക എന്ന് പറയുമ്പോൾ അത് നിർത്തുക, ഒരു പെർമനൻറ്റ് ഹോൾട്ടാണത്. പക്ഷേ സ്റ്റോപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല. ലെറ്റ്സ് സ്റ്റോപ്പ് ഓഫ് അറ്റ് ദ ബീച്ച് ഓൺ അവർ വേ ടു ദ സിറ്റി. സിറ്റിയിലേക്ക് പോകുന്ന വഴി നമുക്ക് ബീച്ചിലൊന്ന് സ്റ്റോപ്പ് ചെയ്യാം എന്നാണ്. ആ സ്റ്റോപ്പ് ചെയ്യുന്നത് ജസ്റ്റ് ബീച്ചിലൊക്കെ ഒന്ന് കറങ്ങാൻ വേണ്ടി. അത് കഴിഞ്ഞ് അത് കണ്ടിന്യൂ ചെയ്യും ആ ജേണി. ലെറ്റസ് സ്റ്റോപ്പ് ഓഫ് അറ്റ് ദ ബീച്ച് ഓൺ അവർ വേ ടു ദ സിറ്റി. അപ്പോൾ സിറ്റിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നതിന് ഇടയ്ക്ക് ഒന്ന് ചെറുതായിട്ടൊന്ന് സ്റ്റോപ്പ് ചെയ്തു അവിടെ, ഒരു ബ്രീഫ് വിസിറ്റ്. അപ്പോൾ സ്റ്റോപ്പ് എന്ന് പറയുമ്പോൾ ഒരു പെർമനൻറ്റ് ഹോൾട്ടാണ്. അതേസമയത്ത് സ്റ്റോപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ അതൊരു ടെമ്പററി ആയിട്ടുള്ളതാണ്, കുറച്ചൊരു ബ്രീഫ് വിസിറ്റാണ് അവിടെ. അതൊരു പേർപ്പസിന് വേണ്ടിയിട്ടാവാം. ഇപ്പോൾ ബീച്ചിൽ ഇറങ്ങുന്ന അവിടെ ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ ഒരു സ്പെഷ്യൽ പേർപ്പസിന് വേണ്ടിയിട്ട് അവിടെ ഒന്ന് വിസിറ്റ് ചെയ്യുന്നു. അതാണ് സ്റ്റോപ്പ് ഓഫ്. ബ്രേക്ക്, ബ്രേക്ക് എന്ന് പറഞ്ഞാൽ പൊട്ടിക്കുക. ഡോണ്ട് ബ്രേക്ക് ദ ഗ്ലാസ്, ആ ഗ്ലാസ് പൊട്ടിക്കല്ലേ. അവിടെ ബ്രേക്ക് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് ടു സെപ്പറേറ്റ് ഇൻടു പീസസ് അല്ലേ, ചെറിയ ചെറിയ പീസസ് ആയിട്ട് അങ്ങനെ പൊട്ടിപ്പോവുക. അതേസമയത്ത് ടു ബ്രേക്ക് ഓഫ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ഡിഫറെൻ്റായി. ഇപ്പോൾ നമ്മൾ ബ്രാഞ്ചസൊക്കെ വീഴില്ലേ, പൊട്ടി വീഴില്ലേ, അതാണ് പറയുന്നത് ബ്രേക്ക് ഓഫ്. ദ ബ്രാഞ്ച് ബ്രോക്ക് ഓഫ് ഫ്രം ദ ട്രീ. അപ്പോൾ അവിടെ നിന്ന് ഡിറ്റാച്ച് ചെയ്യപ്പെടുകയാണ് ചെയ്യുന്നത്. ഇനി എല്ലാവരും കേൾക്കുന്ന ഒരു വാക്കാണ് ഡോസ്. ഡോസ് എന്ന് പറഞ്ഞാൽ മയങ്ങുക, ഒരു ചെറിയ ഉറക്കം ഉറങ്ങില്ലേ, അതാണ് മയങ്ങുക എന്ന് പറയുന്നത്. ഡോസ്. ടു സ്ലീപ്പ് ലൈറ്റ്ലി. ഐ ആം ഫീലിംഗ് ടയേർഡ്, ഐ തിങ്ക് ഐ വിൽ ഡോസ് ഫോർ എ ബിറ്റ് ബിഫോർ ഡിന്നർ. ഞാൻ വല്ലാതെ ടയേർഡാണ്, എനിക്ക് തോന്നുന്നത് കുറച്ച് നേരം ഞാനൊന്ന് ഡിന്നറിന് മുമ്പ് ഒന്ന് കിടക്കട്ടെ എന്ന് പറയില്ലേ, ഒന്ന് മയങ്ങട്ടെ എന്ന്. അവിടെയാണ് ഡോസ് എന്നുപയോഗിക്കുന്നത്. അത് നമുക്ക് ക്ഷീണമുണ്ട്, അപ്പോൾ നമ്മൾ ഉറങ്ങാൻ പോവുകയാണ്, നമ്മളൊന്ന് മയങ്ങട്ടെ എന്ന് പറഞ്ഞിട്ടാണ് ചെയ്യാൻ പോകുന്നത്. എ ഷോർട്ട് നാപ്പ് എന്നാണ് അതിൻ്റെ മീനിങ്. അതേസമയം ടു ഡോസ് ഓഫ് എന്ന് പറഞ്ഞാൽ അതിന് ചെറിയ ഒരു വ്യത്യാസമുണ്ട്. ഇപ്പോൾ നമ്മൾ ടി വി ഒക്കെ കാണുന്ന സമയത്ത് നമ്മൾക്കൊരു മൂവി കണ്ടുകൊണ്ടിരിക്കുകയായിരിക്കാം. പക്ഷേ ആ മൂവി കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നമുക്കത് കാണണമെന്നുണ്ട്, എങ്കിലും നമ്മളിങ്ങനെ അറിയാതെ ഇങ്ങനെ ഉറങ്ങിപ്പോകുന്നു. ഉറക്കം തൂങ്ങുക എന്ന് പറയില്ലേ, നമ്മളത് അറിയാതെ നമുക്ക് മൂവി കാണണമെന്നുണ്ട്, എങ്കിലും നമ്മൾ ഇങ്ങനെ അങ്ങോട്ട് ഉറങ്ങിപ്പോകും. അപ്പോൾ അങ്ങനെ ഉറക്കം തൂങ്ങുക, അതാണ് ടു ഡോസ് ഓഫ് എന്ന് പറയുന്നത്. അത് ശരിക്കും നമ്മൾ പർപ്പസ്ലി ചെയ്യുന്നതല്ല, അല്ലെങ്കിൽ അൺഇൻറ്റൻഷനലി അത് സംഭവിക്കുന്നതാണ്. ആദ്യം ഡോസ് എന്ന് പറയുന്നത് ഇൻറ്റൻഷനലി ആണ്, ഞാൻ ക്ഷീണമുണ്ട് എനിക്ക്, അതുകൊണ്ട് ഞാനൊന്ന് ഉറങ്ങട്ടെ എന്നാണ് പറയുന്നത്. ടു ഡോസ് ഓഫ് എന്ന് പറയുന്നത് അറിയാതെ നമ്മൾ ഉറക്കം തൂങ്ങുന്നതാണ് ടു ഡോസ് ഓഫ്. ഐ ഡോസ്ഡ് ഓഫ് ഡ്യൂറിങ് ദ മൂവി, ഐ ഡിഡ്ന്റ് സീ ദ എൻഡിങ്. മൂവി കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഉറങ്ങിപ്പോയി അങ്ങോട്ട്. ഐ ഡോസ്ഡ് ഓഫ് ഡ്യൂറിങ് ദ മീറ്റിംഗ്, ഐ ഡിഡ്ന്റ് സീ ദ എൻഡിങ്. എൻഡ് ചെയ്യുന്നത് ഞാൻ കണ്ടില്ല മൂവി. ഡോസ് എന്ന് പറയുന്നത് ഇൻറ്റൻഷനലി സംഭവിക്കുന്നതാണ്, പക്ഷേ ഡോസ് ഓഫ് എന്ന് പറയുന്നത് അൺഇൻറ്റൻഷനലി ആണ്. അടുത്തത് റഷ്. റഷ് എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ടു റഷ് എന്ന് പറഞ്ഞാൽ ടു ഹറി, വേഗത്തിൽ. മൂവ് ക്വിക്ക്ലി എന്നുള്ള മീനിങ് ആണ്. ബി ഇൻ എ ഹറി. ദ ആംബുലൻസ് റഷ്ഡ് ടു ദ സീൻ ഓഫ് ദ ആക്സിഡൻറ്റ്. ദ ആംബുലൻസ് റഷ്ഡ് ടു ദ സീൻ ഓഫ് ദി ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റിൻ്റെ ആ ഒരു സ്ഥലത്തേക്ക് ആംബുലൻസ് വേഗത്തിൽ പോയി എന്നാണ് അതിനർത്ഥം. ആ സ്ഥലം ലക്ഷ്യമാക്കിക്കൊണ്ട് വേഗത്തിൽ പോയി, അതാണ് അവിടെ റഷ്ഡ് എന്ന വാക്കുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ടു റഷ് ഓഫ് എന്ന് പറഞ്ഞാൽ ടു ലീവ് എ പ്ലേസ് ക്വിക്ക്ലി എന്നാണ്. ഒരു സ്ഥലത്തു നിന്ന് തിരക്കിട്ട് പോവുക, അവിടെ നിന്ന് വിട്ടുപോവുക, ലീവ് എന്നാണ്, അത് ക്വിക്ക്ലി. ടു ഡിപ്പാർട്ട് ക്വിക്ക്ലി. ഷീ റഷ്ഡ് ഓഫ് ടു ഹെർ ഫ്രണ്ട്സ്. She rushed off to meet her friends without saying goodbye. ഒരു ഗുഡ് ബൈ പോലും പറയാതെ അവളുടെ ഫ്രണ്ട്സിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വേഗത്തിൽ പോയി. അപ്പോൾ ഇവിടെ നിന്ന് വേഗത്തിൽ പോയി, ലെഫ്റ്റ് എന്ന മീനിങ് ആണ് ഇവിടെ. റഷ്ഡ് ഓഫ് എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ദാറ്റ് പ്ലേസ്. ടു റഷ് എന്ന് നമ്മൾ പറയുന്നത് ആംബുലൻസ് ആക്സിഡൻറ്റിൻ്റെ സീനിലേക്ക് വന്നു എന്നാണ് അല്ലേ. പക്ഷേ ടു റഷ് ഓഫ് എന്ന് പറയുമ്പോൾ അവിടെ നിന്ന് പോയി, ടു ഡിപ്പാർട്ട് എന്ന മീനിങ് ആണ്. ഹീ റഷ്ഡ് ഓഫ് ടു മീറ്റ് ഹെർ ഫ്രണ്ട്സ്. അപ്പോൾ റഷ് ഓഫ് എന്ന് പറയുമ്പോൾ മൂവ്മെൻറ്റ് എവേ ഫ്രം സംതിങ് ആണ്, ഒരു സ്ഥലത്ത് നിന്ന് വിട്ടു പോവുകയാണ്.
ടു റഷ് എന്ന് പറയുമ്പോൾ ബി ഇൻ എ ഹറി എന്ന മീനിങ്ങിലാണ്. അവിടെ ഒരു സെൻസ് ഓഫ് അർജൻസിയാണ്. അതേസമയം ടു റഷ് ഓഫ് എന്ന് പറയുമ്പോൾ അങ്ങനെയല്ല, എ സെൻസ് ഓഫ് സഡൻ ഡിപ്പാർച്ചർ ആണ്. ഇനി അടുത്തത് ഡ്രോപ്പ്. വളരെ കോമൺ ആയിട്ടുള്ള വാക്കാണ് ഡ്രോപ്പ്. അത് ഒരു ഫ്രേസൽ ആവുമ്പോൾ ഡ്രോപ്പ് ഓഫ് എന്നാവും. അപ്പോൾ ഡ്രോപ്പ് എന്നാൽ എന്താ മീനിങ്? ഹീ ഡ്രോപ്ഡ് ദ ഫോൺ ഓൺ ദ ഫ്ലോർ. ഹീ ഡ്രോപ്ഡ്, നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു സാധനം വിടുക. ടു റിലീസ് എന്ന മീനിങ് ആണ്. താഴത്തേക്ക് ഇങ്ങോട്ട് ഇട്ടു. ഹീ ഡ്രോപ്ഡ് ദ ഫോൺ ഓൺ ദ ഫ്ലോർ. ടു റിലീസ് വൺസ് ഗ്രിപ്പ് എന്ന മീനിങ് ആണ്. നമ്മൾ പിടിച്ചിരിക്കുന്ന ഒരു സാധനമാണ് താഴത്തേക്ക് ഇടുന്നത്. പിന്നെ വേറൊരു മീനിങ് ടു ഡ്രോപ്പ് എന്നതിന് ഉള്ളത് ടെമ്പറേച്ചർ ഡ്രോപ്പ് ചെയ്യുക. അതായത് താഴത്തേക്ക് വരിക. ടു ഡ്രോപ്പ് സംതിങ് എന്ന് പറഞ്ഞാൽ ടു റെഡ്യൂസ് ദ എമൗണ്ട് അല്ലെങ്കിൽ ഡിഗ്രി ഒക്കെയാണ്. ടെമ്പറേച്ചർ ഡ്രോപ്പായി എന്ന് പറയില്ലേ. ദ ടെമ്പറേച്ചർ ഡ്രോപ്ഡ് ഓവർ നൈറ്റ്. നൈറ്റ് ടൈമിൽ ടെമ്പറേച്ചറൊക്കെ താഴ്ന്നു, ചൂടൊക്കെ കുറഞ്ഞു. ടു ഡ്രോപ്പ് ഓഫ് എന്ന് പറയുമ്പോൾ അതിൻ്റെ മീനിങ് മാറി. സാധനങ്ങളൊക്കെ കൊണ്ടുവന്ന് ആ സ്ഥലത്തേക്ക് എത്തിക്കില്ലേ, വേറൊരു സ്ഥലത്തേക്ക്, അത് എത്തിക്കേണ്ട സ്ഥലത്തേക്ക് എത്തിക്കില്ല. ദ പാക്കേജ് വിൽ ബി ഡെലിവേർഡ് എന്ന മീനിങ് ആണ് അവിടെ. ദ പാക്കേജ് വിൽ ബി ഡ്രോപ്ഡ് ഓഫ് അറ്റ് യുവർ ഡോർ സ്റ്റെപ്പ്. ഡോർ സ്റ്റെപ്പിൽ തന്നെ നിങ്ങളുടെ വീട്ടിൽ എത്തിക്കും എന്നാണ് അവിടെ പറയുന്നത്. അപ്പോൾ ഇന്ന് നമ്മൾ 8 വേർബ്സ് പഠിച്ചു. ഈ വേർബ്സിൻ്റെ ഒപ്പം ഓഫ് എന്ന് ചേർക്കുമ്പോൾ അതൊക്കെ ഫ്രേസൽ വേർബ്സ് ആയിട്ട് മാറും. അതിൻ്റെ മീനിങ് സാധാരണ നമ്മൾ ആ റെഗുലർ വേർബ് ഉപയോഗിക്കുമ്പോഴുള്ള മീനിങ് ആവില്ല. ഓരോ വേർബിനും ഓഫ് ചേർക്കുമ്പോൾ ഡിഫറെൻറ്റ് മീനിങ് ആണുള്ളത്. അത് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കുക.